എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാൻ പെട്ടെന്ന് കത്തിപ്പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? അതുപോലെ കത്തിപ്പോയ ഫാൻ ശരിയാക്കാൻ കൊടുക്കുമ്പം എന്താണ് അവർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിനുപരി പഴയ പോലെ ഫാൻ സ്പീഡില്ല, കാറ്റില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. എല്ലാത്തിനും സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഫാന് സ്പീഡില്ല, കാറ്റില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കംപ്ലൈന്റ് എങ്കിൽ അതിൻ്റെ ഒരു പരിധി വരെ കാരണക്കാരൻ ഈ കപ്പാസിറ്റർ ആണ്. ഈ കാണുന്നതാണ് കപ്പാസിറ്റർ. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫാനിന് മറ്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ പഴയതുപോലെ നല്ല സ്പീഡിലും നല്ല കാറ്റ് കിട്ടുന്നതായിരിക്കും. ഇത് മാറ്റിവെക്കാൻ വളരെ സിമ്പിളാണ്. ഈ കാണുന്ന 2 വയറും സോക്കറ്റിൽ നിന്ന് ലൂസാക്കിയിട്ട് പുതിയ കപ്പാസിറ്ററിൻ്റെ വയർ തിരിച്ച് ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുക. കപ്പാസിറ്റർ മാറ്റാൻ വേണ്ടി മാത്രം ഫാൻ ഊരേണ്ട ഒരാവശ്യവുമില്ല. ഫാനിൽ തന്നെ വെച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന കപ്പാസിറ്റർ നമുക്ക് ഏത് ഇലക്ട്രിക് ഷോപ്പിൽ ചെന്നാലും നമുക്ക് ഈ കപ്പാസിറ്റർ വാങ്ങിക്കാൻ കിട്ടും. കൂടിപ്പോയ 30-40 രൂപ മാത്രമേ ഈ കപ്പാസിറ്ററിന് ചാർജ് വരത്തുള്ളൂ. അപ്പോൾ ഫാൻ സ്പീഡില്ല, കാറ്റില്ല എന്നുള്ളവർക്ക് ഈ കപ്പാസിറ്റർ ജസ്റ്റ് മാറിയാൽ മതി, ഓക്കെ ആയിക്കോളും. അടുത്തതായി, ഫാൻ എന്തുകൊണ്ടാണ് കത്തിപ്പോകുന്നത്? അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ വോൾട്ടേജ് കൂടുമ്പോൾ കത്തിപ്പോവാം, അതിൻ്റെ ബെയറിംഗ് സ്റ്റക്കാകുമ്പോൾ കത്തിപ്പോവാം. അതുപോലെ തന്നെ ഒരുപാട് റീസൺസ് നമുക്ക് പറയാൻ പറ്റും. അതിൽ എടുത്തു പറയേണ്ടതായിട്ട് ഒരു റീസൺ ഉള്ളത് കോയിലിനെ പറ്റിയാണ്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പല ഫാനുകളുടെയും കോപ്പർ കോയിലിന് പകരം അലൂമിനിയം കോയിലുകളാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഫാനുകളുടെ വില കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഈ കാണുന്ന കോയിൽ കണ്ടാൽ തോന്നും കോപ്പർ കോയിലാണെന്ന്. എന്നാൽ ഇത് അലൂമിനിയം കോയിലാണ്. കോപ്പർ കളർ അടിച്ച അലൂമിനിയം കോയിലാണിത്. അത് നമുക്കറിയാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു കോയിൽ എടുത്തിട്ട് ഒന്ന് ചുരണ്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് കോയിലാണെന്നുള്ളത്. അങ്ങനെ ചുരണ്ടുന്നതനുസരിച്ച് ആ സിൽവർ കളർ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ കാണുന്നത് അലൂമിനിയം കോയിലാണ്. അപ്പോൾ ചോദിക്കാം, അലൂമിനിയം കോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അലൂമിനിയം കോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജോയിൻറ്റുകൾക്ക് ക്ലാവ് പിടിച്ച് ഇത് പൊട്ടിപ്പോകാൻ ഇടയാവും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാൻ വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് അലൂമിനിയം കോയിൽ. കാരണം കോപ്പറിൻ്റെ അത്രയും ഡ്യൂറബിലിറ്റി ഈ പറയുന്ന അലൂമിനിയം കോയിൽ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി പോകും. അതും ഈ ഫാൻ കേടാവാൻ മെയിൻ റീസൺ തന്നെയാണ്.